ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഓഫ് ഷെയർവെൽത്ത് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ട്രെൻഡിലാണ് ഏഷ്യൻ മാർക്കറ്റുകൾ ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റിൽ നിന്നുള്ള സ്ലൈറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കയിൽ മാർച്ച് മാസത്തെ മാനുഫാക്ചറിങ് ഡാറ്റ വന്നത് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ US ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നത് നീട്ടിയേക്കോ എന്നുള്ളൊരു സംസാരമൊക്കെ അമേരിക്കൻ മാർക്കറ്റിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വൊളാറ്റിലിറ്റിയാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടത്. പക്ഷേ ടെക്നോളജി ഷെയറുകൾ പ്രത്യേകിച്ച് മൈക്രോസോഫ്റ്റൊക്കെ നല്ല രീതിയിൽ മുന്നേറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു US ഫെഡ് ജൂണിൽ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനൊക്കെയാണ്. പക്ഷേ ഒരു വൊളാറ്റിലിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ S&P 500 ഓപ്ഷൻ ഡാറ്റയൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റിയാണ് ഓപ്ഷൻ ട്രേഡേഴ്സ് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വൊളാറ്റിലിറ്റി അമേരിക്കൻ മാർക്കറ്റിലൊക്കെ വന്നേക്കാം. അതിനനുസരിച്ചിട്ട് ഇമ്പാക്റ്റ് അത് ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇന്നലെ ഡൗ ജോൺസ് 240.52 പോയിന്റ് വീക്കായിട്ടും S&P 500 10.58 പോയിന്റ് വീക്കായിട്ടും അതുപോലെ തന്നെ നാസ്ഡാക്ക് മാത്രമാണ് ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്ത് 17.37 പോയിന്റ് ബെറ്റർ ആയിട്ട്. റസൽ 2000 27 പോയിന്റ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് 13.65 ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിനിഞ്ഞാന്ന് അത് 13.01 ആയിരുന്നു. അപ്പോൾ വിക്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വൊളാറ്റിലിറ്റിനെ തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ. മെജോറിറ്റി ഓഫ് യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ ജപ്പാനും അതുപോലെ തന്നെ തൈവാനൊക്കെ താഴെയായിരുന്നു. പക്ഷേ ചൈന നല്ല രീതിയിൽ മുന്നേറിയിരുന്നു. ഒപ്പം മെറ്റൽ സ്റ്റോക്കുകളും ചൈനയിൽ നല്ല രീതിയിൽ മുന്നേറിയിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് എക്കണോമിക് ഡാറ്റകളാണ്. ചൈനീസ് എക്കണോമി റീബൗണ്ട് ചെയ്യാന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ട്രെൻഡാണ് ഇന്നലെ കണ്ടിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും അത്തരത്തിലുള്ള ട്രെൻഡാണ്. പക്ഷേ ഇന്നലത്തെ ഒരു ഇൻറ്റൻസിറ്റി ഇന്ന് മോർണിംഗിൽ അപ്വേർഡ് മൊമെൻറ്റത്തിലില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റ് ട്രെൻഡിലാണ് ചൈനീസ് മാർക്കറ്റിൽ നിന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നിഫ്റ്റിയും സെൻസസും നമ്മുടെ വീക്കിലി പോഡ്കാസ്റ്റിലും ഇന്നലെ മോർണിംഗിലൊക്കെ പറഞ്ഞ പോലെ പുതിയ 52 ഓൾ ടൈം റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു ഇന്നലെ. അതിനുശേഷമാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് വീണ്ടും ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്നലെ ഓവറോൾ സെൻറ്റിമെൻറ്റും അതുപോലെ തന്നെ ബ്രോഡ് ബേസ്ഡ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ജൂൺ ഫ്യൂച്ചേഴ്സ് $2286.35 പെർ ഔൺസ് വരെ ഇന്നലെ പോയിരുന്നു. പക്ഷേ ക്ലോസിങ്ങിൽ $2257 പെർ ഔൺസിനാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $2275 പെർ ഔൺസിനാണ്. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ ഇന്നലെ മുന്നേറിയിരുന്നു. $87.38 പെർ ബാരലിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. മോർണിംഗിലും ബെറ്റർ ആണ്. $87.8 പെർ ബാരലാണ്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ഇന്നലെ ബെറ്റർ ആയിരുന്നു. വീണ്ടും കോപ്പർ 1 ഇയർ ഹൈനടുത്ത് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു മെറ്റൽ ഫ്യൂച്ചേഴ്സും ബെറ്റർ ആയിരുന്നു. ഇന്നും ആണെങ്കിലും ഫ്ലാറ്റ് ടു ബെറ്റർ ആയിട്ട് തന്നെയാണ് എല്ലാ മെറ്റൽ ഫ്യൂച്ചേഴ്സും ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് എക്കണോമിക് ഡാറ്റകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന പോസിറ്റീവാണ്. നമ്മുടെ GST കളക്ഷൻ മാർച്ചിൽ വന്നിരിക്കുന്നത് 1.78 lakh crore ആണ്. സെക്കൻഡ് ഹയസ്റ്റ് ആണ്. ഏപ്രിൽ 2024 ഓൾ ടൈം ഹൈ വന്ന് 1.87 lakh crore ആയിരുന്നു. അപ്പോൾ GST കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ഇൻഡിക്കേഷനാണ് ഇന്ത്യൻ എക്കണോമിനെ കുറിച്ച് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന ന്യൂസുകൾ ഫോറിൻ ഫണ്ടുകൾ സെൽ ഇന്ത്യ ബൈ ചൈന എന്നൊരു സ്ട്രാറ്റജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ള ന്യൂസൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അടുത്ത മാസങ്ങളിൽ ഒരു പക്ഷേ ഫണ്ട് ഇൻഫ്ലോ ഇന്ത്യയിലേക്ക് കുറയാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഒരു കോഷൻ ആയിട്ട് മാത്രമേ നമുക്കിനി കാണാൻ സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ട് 85 രാജ്യങ്ങളിലേക്ക് നമ്മുടെ 100 കമ്പനികൾ പബ്ലിക് കമ്പനികളും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ കമ്പനികളും അടക്കമുള്ള കമ്പനികൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആംസ് ആൻഡ് അമ്യൂണിഷൻസ് കഴിഞ്ഞ വർഷം 32.5% ഇതിൽ ഗ്രോത്ത് നേടിയിരിക്കുന്നത്. 21,083 കോടിയാണ് കഴിഞ്ഞ വർഷത്തെ എക്സ്പോർട്ട് ഫിഗർ ആംസ് ആൻഡ് അമ്യൂണിഷൻസ്. അപ്പോൾ ഇന്ത്യയും ഒരു ഗ്ലോബൽ മാർക്കറ്റിലൊരു ആംസ് ആൻഡ് അമ്യൂണിഷൻസ് ഡിഫൻസ് പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഡിഫൻസ് PSU കമ്പനികളെ സംബന്ധിച്ചും LNT പോലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്.
ഇനി കോർപ്പറേറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദിത്യ ബിർള ഫാഷൻ ലിമിറ്റഡ് അവരുടെ ബ്രാൻഡുകൾ 4 ലൈഫ് സ്റ്റൈൽ ബ്രാൻഡുകളും അതുപോലെ തന്നെ സ്പോർട്സ് ബ്രാൻഡുകളും മറ്റ് ഇന്നർവെയർ ബ്രാൻഡുകളൊക്കെ ഡീമർജ് ചെയ്യാണ്. അതിൻ്റെ ബോർഡ് മീറ്റിംഗ് വരികയാണ്. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ്. ഡീമർജ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ കിട്ടും. ഇനി സനോഫി കുറേ ന്യൂസ് ഫ്ലോസ് കഴിഞ്ഞ് 2-3 ആഴ്ചകളായിട്ട് വന്നുകൊണ്ടിരുന്നു. വീണ്ടും സനോഫി പറയുന്നത് ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ഡ്രഗുകൾ 5 ഡ്രഗുകൾ ഇന്ത്യയിൽ അവർ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് R&Dക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പോവുകയാണ്. സനോഫിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ടോപ്പ് പിക്കുകളിലൊന്നും കൂടിയാണ് സനോഫി. അഡിയ കോട്ടക് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ 4 പ്രൊജക്റ്റുകളിൽ 2100 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇന്നലെ വന്ന ന്യൂസാണ്. ഇന്നലെ പ്രസ്റ്റീജ് ബെറ്റർ ആയിരുന്നു. പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഈ ന്യൂസ് കൊണ്ടും നമ്മൾ കാണുന്നത്. ഇനി കാർബൺ ഫൈബർ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്. ടെക്സ്റ്റൈലാണ്, ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇന്ത്യ ഇപ്പോൾ നെറ്റ് ഇമ്പോർട്ടറാണ്. നമ്മൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ഇൻഡസ്ട്രി പാർട്ട്നേഴ്സായിട്ടൊരു JV ഫോം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിഷ്യറി HIL ആയിരിക്കും. പോസിറ്റീവ് ന്യൂസാണ് HILനെ സംബന്ധിച്ച്. ഇനി ആദ്യത്തെ ക്രിട്ടിക്കൽ മിനറൽ ഓപ്ഷൻ്റെ റിസൾട്ട് 8-ാം തീയതി വരികയാണ്. 38 മൈനുകളാണ് നമ്മൾ ക്രിട്ടിക്കൽ മിനറൽസ് ആണ് ഓപ്ഷന് വെച്ചിരുന്നത്. പക്ഷേ 18 എണ്ണത്തിന് മാത്രമേ ആളായിട്ടുള്ളൂ, അല്ലെങ്കിൽ കമ്പനികൾ ബിഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ആദ്യത്തെ ഒരു ഓപ്ഷൻ ഒരു ഡിസപ്പോയിൻറ്റിംഗ് പിക്ചറാണ് നൽകുന്നത്. കാരണം ഇന്ത്യ ഭാവിയിലെ ഒരു സെൽഫ് സഫിഷ്യൻസി ക്രിട്ടിക്കൽ മിനറൽസിൽ നേടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ. എന്നിരുന്നാലും ഗവൺമെൻറ് ആദ്യത്തെ ഓപ്ഷനാണ്. 8-ാം തീയതിയാണ്, ഏപ്രിൽ 8-ാം തീയതിയാണ് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാൻ പോകുന്ന. ആർക്കൊക്കെയാണ് കിട്ടുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റൊക്കെ അതാത് സ്റ്റോക്കുകളിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ രംഗത്ത് കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൂളാണ് ChatGPT. ChatGPT 3.5 എല്ലാ സിറ്റിസനും അക്രോസ് ദ വേൾഡ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് ChatGPT ലോഗിൻ ചെയ്യാം. ChatGPT പ്രീമിയം വേർഷൻസാണ്, പെയ്ഡ് വേർഷനായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ ഫിഗേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് ആണ്. ഒപ്പം എക്സ്പോർട്ട് ഓർഡർ നല്ല എക്സ്പോർട്ട് ബിസിനസ്സും വലിയ രീതിയിൽ 92% ഗ്രോത്ത് നേടിയിരിക്കുന്നത്. ഓർഡർ ബുക്ക് ടോട്ടൽ ഇപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ കയ്യിലുള്ളത് 76,000 കോടി രൂപയുടെ ഓർഡർ ബുക്കാണ്. കഴിഞ്ഞ വർഷം മാത്രം 35,000 കോടി ഓർഡർ നേടിയിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. കറണ്ട് ലെവലിൽ നിന്നൊരു പക്ഷേ 10-20% ഭാരത് ഇലക്ട്രോണിക്സ് സ്റ്റോക്ക് മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ കഴിഞ്ഞ വർഷത്തെ ബിസിനസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പോസിറ്റീവ് ഫിഗേഴ്സ് ആണ്. ഓർഡർ ബുക്ക് 94,000 കോടിയാണ് ആസ് ഓഫ് നൗ ഉള്ളത്. കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ റവന്യൂ 29,810 കോടിയായിരുന്നു. അപ്പോൾ 3-3.5 വർഷത്തെ ഓർഡർ ഇൻ ഹാൻഡ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. NTPCയും അവരുടെ കഴിഞ്ഞ വർഷത്തെ ബിസിനസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, പോസിറ്റീവാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ബിസിനസ് അപ്ഡേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ ബിസിനസ് അപ്ഡേറ്റ് ഉണ്ട്. ഭാരത് ഡൈനാമിക്സ് മാത്രമാണ് സ്ലൈറ്റ് റവന്യൂ താഴെ കാണിച്ചിരിക്കുന്നത്, പക്ഷേ ഓർഡർ ബുക്ക് കൂടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ IREDAയിൽ ന്യൂലി ലിസ്റ്റഡ് റിന്യൂവബിൾ എനർജി ഫിനാൻസിങ് കമ്പനിയാണ്, PSU കമ്പനിയാണ്. 26.7% ലോൺ ബുക്ക് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. പോസിറ്റീവ് ന്യൂസാണ് IREDAനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ അലംബിക് ഫാർമസ്യൂട്ടിക്കൽ USFDA അപ്രൂവൽ കിട്ടുന്നുണ്ട്. ബെസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനുള്ള ഡ്രഗിന് വേണ്ടിയാണ്. അലംബിക്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ടാറ്റ പവർ റിന്യൂവബിൾ 200 മെഗാവാട്ട് ഓർഡർ അഗെയിൻ ലഭിച്ചിരിക്കുകയാണ് ബിക്കാനീറിൽ നിന്ന്. ഒപ്പം ഗവൺമെൻറ് ഏപ്രിൽ 1 മുതൽ അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് മോഡൽസ് ആൻഡ് മാനുഫാക്ചറേഴ്സ് സ്കീം പ്രകാരം സോളാർ ഫോട്ടോ വോൾട്ടൈക് മോഡ്യൂൾസൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ മാനുഫാക്ചറേഴ്സിന് ഒരു പോസിറ്റീവാണ്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ഇന്ത്യൻ മാനുഫാക്ചറേഴ്സ് വലിയ രീതിയിൽ മുന്നേറിയിരുന്നു. ഇതിൽ ഏറ്റവും ബെനിഫിഷ്യറി വരുന്ന അൽപെക്സ് സോളാറാണ്. നമ്മൾ SME NSE IPOയിൽ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ്. ഇപ്പോഴും അപ്പർ സീലിംഗ് ലെവലിലാണ് 2 ദിവസമായിട്ട്. പക്ഷേ ലോങ് റണ്ണിൽ ഈ കമ്പനി നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ഉണ്ട്. ഈ റെസ്ട്രിക്ഷൻ വരുമ്പോൾ ഏറ്റവും മേജർ ബെനിഫിഷ്യറി ആൽപെക്സ് സോളാർ, അതുപോലെ തന്നെ വാരി എനർജീസ്, വാരി റിന്യൂവബിൾ എനർജി ടെക്നോളജി, ടാറ്റ പവർ, അഡാനി സോളാർ, അഡാനി എൻ്റർപ്രൈസിൻ്റെ അണ്ടറിലും അഡാനി ഗ്രീനിൻ്റെ അണ്ടറിലൊക്കെയുള്ള കമ്പനികളുണ്ട്. ഇവർക്കൊക്കെ പോസിറ്റീവാണ്. റിലയൻസിനൊക്കെ പോസിറ്റീവാണ്. അപ്പോൾ പൊതുവെ സ്റ്റോക്ക് സ്പെസിഫിക്
ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഉണ്ട്. ഒപ്പം ഇന്റർനാഷണൽ ന്യൂസുകൾ അതാത് സെഗ്മെന്റിൽ വളാറ്റിലിറ്റി ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. ഹയർ ലെവലിൽ വരുമ്പോൾ ഞാൻ ഇന്നലെ സൂചിപ്പിച്ച പോലെ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ പ്രോഫിറ്റ് എടുക്കുന്നതും നന്നായിരിക്കും. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടും അതുപോലെ തന്നെ വളാറ്റിലിറ്റി തന്നെയാണ് നമ്മുടെ കോട്ടക് ഷെയർ വെൽത്ത് ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ ടോപ്പ് പിക്ക് നമ്മൾ ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം ട്രേഡിംഗ് ടെർമിനലിൽ കൂടെ കൊടുക്കുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.